Alhamdulillahi Rabbil Alameen. Allahumma salli ala Sayyidina Muhammadin wa ala alihi wa sahbihi ajma'in. Ashhadu an la ilaha illallah wa ashhadu anna Muhammadan Rasulullah. Allahumma salli wa sallim wa barik. എന്നാ പറയും വായിക്കും. ترتيب كما ذكر പറയപ്പെട്ടതുപോലെ നമ്മളിപ്പോൾ 5 എണ്ണം പറഞ്ഞല്ലോ, മുകളിൽ പറഞ്ഞ ആ 5 എണ്ണം ക്രമപ്രകാരം ചെയ്യലാണ്. ക്രമം തെറ്റിയാൽ വുളൂ ശരിയാവൂല. ലൗ എന്നാണ് അത് ഉണ്ടാകുക, ഷർത്താണത്. അപ്പോൾ അത് ശേഷം ഒരു സുക്കൂനായതുകൊണ്ട് ആ വാവിന് കസ്ർ കൊടുത്താണ്. ലവിയസല യഗത്തസല എന്ന് പറഞ്ഞാൽ കോരി കുളിക്കുക, ഒഴിച്ചു കുളിക്കുക. മറ്റേ ഇനി അടുത്ത് വേറൊരു പദമുണ്ട്, ഇൻഹമസ മുങ്ങിക്കുളിക്കുക. രണ്ടാണല്ലോ. കോരിക്കുളിക്കുകയാണ്, ഒരു കപ്പ് എടുത്തിട്ട് വെള്ളം ഒഴിച്ച് കുളിക്കുകയാണ്, അല്ലെങ്കിൽ ഷവറിന്റെ ചോട്ടിൽ നിന്ന് കുളിക്കുകയാണ്. അപ്പോൾ ഫലവ്യുഗത്തസല, ഒരാൾ കോരിക്കുളിച്ചാൽ ബിനിയ്യത്തിൽ വുളൂഇ, വുളൂഇന് നമ്മൾ നിയ്യത്ത് പറഞ്ഞല്ലോ. വുളൂഇന്റെ സ്വഹീഹാവുകയില്ല. വുളൂ തർത്തീബോട് കൂടെ അല്ലാതെ സ്വഹീഹ് ശരിയാവുകയില്ല. അപ്പൊ വുളൂ എടുക്കുന്നു, വുളൂ എന്ന ഫർദിനെ ഞാൻ വീട്ടുന്നു, വുളൂ നിർവഹിക്കുന്നു. നമ്മൾ മുമ്പ് 8ഓളം നിയ്യത്ത് പറഞ്ഞിരുന്നു. ആ നിയ്യത്ത് വെച്ച ഒരാൾ കുളിക്കുകയാണെങ്കിൽ വുളൂഇന്റെ തർത്തീബോട് കൂടെ കുളിച്ചാലേ ശരിയാവുള്ളൂ. അപ്പൊ ആദ്യം മുഖം കഴുകണം, പിന്നെ കൈ കഴുകണം, പിന്നെ തല തടവണം, തലയിൽ വെള്ളം ഒഴിക്കണം, പിന്നെ കാല് കഴുകണം. ഈ തർത്തീബോട് കൂടെ മാത്രമേ വുളൂഇന്റെ നിയ്യത്ത് കൊണ്ടാണ് വെച്ചിരിക്കുന്നതെങ്കിൽ കുളി ശരിയാവുള്ളൂ, വുളൂ ശരിയാവുള്ളൂ. മുങ്ങണത് പറഞ്ഞിട്ടില്ല, കോരി കുളിക്കണ ഇവിടെ നമ്മൾ മുങ്ങി കുളിക്കുമ്പോൾ ശേഷം വരുന്നുണ്ട്. ഇവിടെ കോരി കുളിക്കുകയാണെങ്കിൽ, ഒഴിച്ചു കുളിക്കുകയാണെങ്കിൽ തർത്തീബ് കൊണ്ടല്ലാതെ, തർത്തീബോട് കൂടെ അല്ലാതെ അവന്റെ വുളൂ സ്വഹീഹ് ആവുകയില്ല. ഇവൻ എന്ത് നിയ്യത്താ വെച്ചിരിക്കുന്നത് കുളിക്കാന്? വുളൂഇന്റെ നിയ്യത്താ വെച്ചിരിക്കുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഇനി ബാക്കി അപ്പൊ നമ്മള് ഷവറിന്റെ ചോട്ടിൽ നിന്ന് കുളിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം? ഈ നിയ്യത്ത് വെക്കണം. ഇങ്ങനെ നിയ്യത്ത് വെച്ച് കുളിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം? തർത്തീബോട് കൂടെ പറ്റുള്ളൂ. അപ്പൊ എന്ത് ചെയ്താൽ മതി? നമ്മൾ മുഖം കഴുകുക, മുഖത്തേക്ക് ആദ്യം വെള്ളാക്കുക, എന്നിട്ട് നമ്മൾ കൈമക്ക് 2 കൈമക്ക് വെള്ളാക്കുക, പിന്നെ തല തടവാൻ വേണ്ടിയിട്ട് തലയിൽ വെള്ളം ഒഴിച്ചാലും മതി നമ്മൾ പറഞ്ഞല്ലോ, പിന്നെ കാല് കഴുകുക. ഇങ്ങനെ വെച്ചെങ്കിൽ മാത്രമേ, ഇങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ, ഈ ക്രമപ്രകാരം പാലിച്ചെങ്കിൽ മാത്രമേ അവന്റെ വുദൂ സ്വഹീഹാവുകയുള്ളൂ. മനസ്സിലായോ? ഇനി
അല്ല ഞാനല്ല, അല്ല ഇത് സാധാ കുളി കഴുകി എന്നാണ്. വലോ വസല. ആ. അവന്റെ അവയവങ്ങളെ കഴുകി. അൽ അർബഅത്ത്. ആ 4 അവയവം. അല്ലല്ല, 4 അവയവങ്ങളുണ്ടല്ലോ. വുളൂയിൽ ഇപ്പൊ 4 അവയവമാണല്ലോ ഉള്ളത്. ഒന്ന് മുഖം, കയ്യ്, തല, കാല്. ഈ 4 അവയവവും ഒപ്പണ്ട് കഴുകി. മഅൻ, ഒരുമിച്ച് കഴുകി. 4 അവയവം ഒപ്പണ്ട് കഴുകി. വജ്ഹു ലം യുഹ്സബ് ഇല്ലൽ വജ്ഹു. മുഖം മാത്രമേ പരിഗണിക്കപ്പെടൂ. പിന്നെ എന്ത് ചെയ്യണം? പിന്നെ കൈ കഴുകണം, പിന്നെ തല തടവണം, പിന്നെ എന്ത് ചെയ്യണം? കാലും കഴുകണം. 4 ഒപ്പം ചെയ്യാന്ന് പറഞ്ഞാൽ അത് ക്രമം വരുന്നില്ലല്ലോ. ഒന്നിന് ശേഷം ഒന്ന്, ക്രമപ്രകാരം ആദ്യം 1, 1, 2, 3, 4 അങ്ങനെയല്ലേ ചെയ്യേണ്ടത്. 1, 2, 3, 4 ഒന്നിച്ചല്ല ചെയ്യേണ്ടത്. ആദ്യം 1, പിന്നെ 2, പിന്നെ 3, പിന്നെ 4. ഈ ക്രമത്തിൽ ചെയ്യേണ്ടിയിരുന്നു. അപ്പോൾ ഒരാൾ എന്ത് ചെയ്തു? കാലും തലയും മുഖവും കയ്യും ഒക്കെ ഒരേ സമയം കഴുകിയാൽ മുഖം മാത്രമേ പരിഗണിക്കൂ. അപ്പൊ ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ? കൈ കഴുകണം, പിന്നെ തല കടവണം, പിന്നെ കാല് കഴുകണം. ഓക്കെ അല്ലേ? മനസ്സിലായില്ലേ? ക്ലിയർ അല്ലേ? ആ ഇനിയാണ് നമ്മൾ പറയുന്നത്. ഇനിയിപ്പോ മുങ്ങി കുളിച്ചാല് മുങ്ങി കുളിക്കുക. ഇൻഗമസ, മുങ്ങി കുളിക്കുക. വുളൂഇന്റെ നിയ്യത്ത് കൊണ്ട് വുളൂഇന്റെ നിയ്യത്ത് വെച്ച് ഒരാൾ മുങ്ങി കുളിച്ചാൽ അജ്സഅഹു, അത് അവനക്ക് മതിയാകുന്നതാണ്. ഇല്ലം യംകുസ്. അല്ലല്ല, അങ്ങനല്ല. വ ഇല്ലം യംകുസ് ഫിൽ ഇൻഗിമാസി. മുങ്ങി കുളിക്കുന്ന സമയത്ത് ഓൻ സമയം കൊടുത്തിട്ടില്ലെങ്കിലും ശരി. ഇപ്പൊ നോക്ക്, ഞാൻ പറഞ്ഞുതരാം, വിഷയം പറഞ്ഞുതരാം. ഇപ്പൊ ഞാൻ മുങ്ങി കുളിക്കുകയാണ്. ഞാൻ മുങ്ങി കുളിച്ചു, ഒറ്റ മുങ്ങലോട് കൂടെ എഴുന്നേറ്റു, എന്നാലും ശരി. എന്ത് കിട്ടും? വുളൂവിന്റെ നിയ്യത്തോടു കൂടെ ഒറ്റ മുങ്ങൽ കൂടി കുളിച്ചാലും വുളൂ ശരിയാവും. വുളൂ അവനക്കത് മതിയാവും. ആ മുങ്ങുമ്പോൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്തിട്ടില്ലെങ്കിലും ശരിയെന്ന്. നമ്മൾ ആദ്യം മുഖം കഴുകുമ്പോൾ ഒരു 5 സെക്കൻഡ് വേണമെന്ന് വിചാരിക്കാം. മുഖം കഴുകുമ്പോൾ, കൈ കഴുകുമ്പോൾ ഒരു 5 സെക്കൻഡ്, തല തടവുമ്പോൾ ഒരു 5 സെക്കൻഡ്, കാല് കഴുകുമ്പോൾ ഒരു 10 സെക്കൻഡ്, അങ്ങനെ ഒരു 50 സെക്കൻഡ് ഏകദേശം ഈ 4 അവയവങ്ങൾ കഴുകുമ്പോൾ വേണം, അല്ലെങ്കിൽ തടവുമ്പോൾ വേണം എന്ന് വിചാരിച്ചാൽ ആ 50 സെക്കൻഡ് ഓൻ മുങ്ങിയിട്ടില്ലെങ്കിലും ശരിയെന്ന്. ക്രമപ്രകാരം അവന് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സമയമുണ്ടല്ലോ. ക്രമപ്രകാരം ചെയ്യുകയാണെങ്കിൽ ആ സമയം അവന്റെ മുങ്ങലിൽ ഉണ്ടാക്കിയിട്ടില്ലെങ്കിലും താമസിച്ചിട്ടില്ലെങ്കിലും ശരി, ഓന് വുളൂഇന്റെ നിയ്യത്ത് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അത് മതിയാകുന്നതാണ്. ഇല്ലം യംകുസ്, അവൻ താമസിച്ചിട്ടില്ലെങ്കിലും ശരി, അവൻ കാത്തു നിന്നിട്ടില്ലെങ്കിലും ശരി. ഫിൽ ഇൻഗിമാസി, മുങ്ങലിൽ അവൻ ഒരു സമയം
യുംകിനു സൗകര്യമാകും. തർത്തീബ് സൗകര്യമാകുന്ന ഒരു സമയം. അത് മനസ്സിലായില്ലേ? ക്ലിയർ ആയില്ലേ? വിഷയം മനസ്സിലായില്ലേ? അവിടെ പോയിന്റ് മനസ്സിലായില്ലേ? അപ്പൊ ചിലർക്ക് ഒരു സംശയം ഉണ്ടാവും, എന്നാലും കിട്ടുന്നു. പെട്ടെന്ന് മുങ്ങി പെട്ടെന്ന് എഴുന്നേറ്റാലും ഉദു മതിയാവും. എന്തു വേണമെന്നില്ല, ഈ ഉദു എടുക്കേണ്ട ഒരു സമയം അവൻ വെള്ളത്തിൽ മുങ്ങിയിട്ടില്ലെങ്കിലും കിട്ടും. പിന്നെ ആ ആ ആ. ഒരാൾക്ക് ചെറിയ അശുദ്ധി ഉണ്ടായാൽ വലിയ ശുദ്ധി, ഒരാൾക്ക് ചെറിയ അശുദ്ധി ഉണ്ടായി, വലിയ ശുദ്ധി ഉണ്ടായി. എന്നാൽ അജ്സഅഹുൽ ഗുസ്ലു, അവനക്ക് കുളി മതിയാകും. അൻഹുമ, ആ രണ്ടിനെ തൊട്ട് കുളി മതിയാകും. ബിനിയ്യത്തി, ബിനിയ്യത്തിഹി, ബിനിയ്യത്തിഹി, അതിന്റെ നിയത്തുണ്ട്, കുളിയുടെ നിയത്തുണ്ട്. ഉദുവിന്റെ നിയത്തല്ല കേട്ടോ, കുളിന്റെ നിയത്തുണ്ട്. ആ ആ തർത്തീബില്ലാതെ, തർത്തീബില്ലാതെ, തർത്തീബ് വേണമെന്നില്ല കുളിക്ക്. പിന്നെ തർത്തീബില്ലല്ലോ, ശരീരം മുഴുവൻ അവയവാണ്. ശരീരം മുഴുവൻ ഒറ്റ അവയവായിട്ടാണ് പരിഗണിക്കുക കുളിയിൽ. അതിൽ തർത്തീബില്ലാതെ കുളിയുടെ നീയത്ത് കൊണ്ട് കുളിച്ചാൽ മതിയാകുന്നതാണ്. എന്താ അങ്ങനെ മതിയാവും എന്ന് പറയാൻ കാരണം? അപ്പോൾ തർത്തീബ് വേണ്ട എന്ന് പറയാൻ കാരണം എന്താ? ആ ലിന്തിരാജിൽ ഉൾപ്പെട്ടതിന് വേണ്ടി, ഉൾപ്പെട്ടതിന് വേണ്ടി വലുതിൽ പിന്നെ ചെറുത് പെടുമല്ലോ. ചെറിയ ശുദ്ധി എന്ത് ചെയ്യും? വലുതിൽ ഉള്ളിൽ വരുമല്ലോ. ഉള്ളിൽ വരുന്നതിന് വേണ്ടി വലുത് തന്നെ ക്ലിയർ ആയി കഴിഞ്ഞാൽ പിന്നെ ചെറുതായി പെടുമല്ലോ. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? രണ്ട് ഹുഫ തടവുക. അല്ലല്ല, വുദൂഇന് ബദലല്ല. ഒരു മിനിറ്റ്. ബദലൻ അൻ ഗസ്ലി റിജ്ലൈനി, രണ്ട് കാലുകൾ കഴുകുന്നതിന് പകരമായി. എങ്ങനെ? രണ്ട്
ആർക്ക് അനുവദനീയമാണ്? യാത്രക്കാരന് അനുവദനീയമാണ്. എങ്ങനെയുള്ള യാത്ര? സഫറ കസ്രിൻ. ആ, ആ. അങ്ങനെയല്ല. സഫറ കസ്രി, കസ്റിന്റെ യാത്ര ചെയ്യുന്ന യാത്രക്കാരന് പറ്റും. എത്ര ദിവസം പറ്റും? എത്ര ദിവസം അനുവദനീയമാണ് തടവല്? സലാസത്ത അയ്യാമിൻ, 3 പകലുകളും വലയാലിയഹുന്ന, 3 രാത്രികളും. മനസ്സിലായോ? അതെ, 132 കിലോമീറ്റർ അതിലധികം യാത്ര ചെയ്യുന്ന യാത്രക്കാരന് വുളൂ എടുക്കുന്ന സമയത്ത് 2 കാലുകൾ കഴുകുന്നതിന് പകരം 3 പകലുകളും 3 രാത്രിയും 2 ഹുഫയെ തടവൽ അനുവദനീയമാണ് വുളൂ ചെയ്യുമ്പോ, വുളൂവിന്റെ അവസരത്തില്. പിന്നെ ആ യാത്ര പോവാത്ത നാട്ടിൽ താമസിക്കുന്നവന്, ഇപ്പൊ നമ്മളിപ്പോ യാത്ര ചെയ്യാത്ത ആളുകളാണല്ലോ. ആ, ആ. ഒരു രാത്രിയും ഒരു പകലും പറ്റും. ഒരു രാത്രിയും ഒരു പകലും ആർക്ക് പറ്റും? മുസ്ലിമിന് പറ്റും. ക്ലിയർ അല്ലേ? ആ, ലുബ്സിഹിമ. ആ, അത് ഞാൻ പറഞ്ഞ വിശദീകരിക്കാം. ഇപ്പൊ അതിന്റെ സമയം തുടങ്ങുന്നത് എപ്പോഴാണ്? ഇത് ധരിച്ചിട്ട് ഉളു മുറിയുന്ന സമയം മുതലാണ്. അപ്പൊ ഞാനിപ്പോ ഇന്ന് ധരിച്ചു എന്ന് വിചാരിക്കുക, യാത്രക്കാരനാണ് ഞാൻ, ഇന്ന് ധരിച്ചു. എൻ്റെ ഉളു മുറിയുന്നത് നാളെയാണ്. എന്നാൽ നാളെ മുതൽ 3 പകലും 3 രാത്രിയും എനിക്ക് പറ്റും. ഇന്ന് മുതലല്ല. ഇന്നിപ്പോ ഞാൻ ധരിച്ചു ഉളു ഉണ്ടല്ലോ. നാളെ എപ്പോഴാണോ എൻ്റെ ഉളു മുറിയുന്നത്, അശുദ്ധി ഉണ്ടാകുന്നത് മുതലാണ്. അത് ധരിച്ചിട്ട് അശുദ്ധി ഉണ്ടാകുന്നത് മുതൽ 3 ദിവസം പറ്റും. ക്ലിയർ ആണോ? വബ്തിദാഉൽ മുദ്ദത്തി, ഈ സമയം തുടങ്ങൽ. ഇപ്പോൾ 1 ദിവസം യാത്രക്കാരനല്ലാത്തവനുക്കും 3 ദിവസം യാത്രക്കാർക്കും എന്ന് പറഞ്ഞ ഈ സമയം തുടങ്ങൽ മിൻ ഹദസിൻ, അശുദ്ധി ഉണ്ടായത് മുതലാണ്. ബഅദ ലുബ്സിഹിമ, ആ 2 ഹുഫകൾ ധരിച്ചതിന് ശേഷം അശുദ്ധി ഉണ്ടായത് മുതലാണ്. ഈ സമയം ആരംഭിക്കൽ. അശുദ്ധി ഉണ്ടായത് മുതലാണ്. ആ, അവ രണ്ടിനെയും ധരിച്ചതിന് ശേഷം, 2 ഹുഫയെയും ധരിച്ചതിന് ശേഷം അശുദ്ധി ഉണ്ടായത് മുതലാണ് സമയം ആരംഭിക്കുക. ധരിച്ചത് മുതലല്ല, ധരിച്ച മുതൽ കൂട്ടൽ അങ്ങനെയല്ല കൂട്ടുക. ധരിച്ചിട്ട് എപ്പോഴാണോ അശുദ്ധി ഉണ്ടാകുന്നത് ആ സമയം മുതലാണ് കൂട്ടുക. ക്ലിയർ അല്ലേ? ആ, യെസ്. ആ, ആ, രണ്ടിനെയും ഉരൽ, 2 ഹുഫയെയും ഊര രണ്ടിനെയും അഴിക്കൽ നിർബന്ധമാണ്. ആ, ആ.
യെസ്, വെരി ഗുഡ്. രണ്ടിനെയും ധരിക്കേണ്ടത് പൂർണ്ണമായ ശുദ്ധിയോടുകൂടെ ആവണം. പിന്നെ അവ രണ്ടും മൂടണം, മറയണം. ഉം. ഫർള് നമ്മളിപ്പോ ഫർദിൽ നമ്മൾ പൂർണ്ണമായിട്ട് കഴുകേണ്ട ഒരു ഭാഗം ഉണ്ടല്ലോ, അത് പൂർണ്ണമായും മൂടണം. അത് രണ്ടും ആ രണ്ട് ഹുഫയും നജസിനെ തൊട്ട് ശുദ്ധിയാവണം. അതിൽ നജസ് ഉണ്ടാവാൻ പാടില്ല. പിന്നെ അവ രണ്ടും തടയണം. അവ രണ്ടും തടയണം. വെള്ളം വെള്ളം ചേരലിനെ, വെള്ളം എത്തലിനെ. കാലിലേക്ക് വെള്ളം എത്തണേ തടയണം. അപ്പോ പുറത്ത് വെള്ളം ഒഴിച്ചാൽ ഉള്ളിലേക്ക് നനയുന്ന രൂപത്തിലാവരുത്. ഉം. സഞ്ചരിക്കൽ സൗകര്യമാവണം. ഫിഹിമ, ആ ഹുഫയിൽ. ഹുഫ ധരിച്ചുകൊണ്ട് സഞ്ചരിക്കാൻ പറ്റണം. ലിൽ ഹാജാത്തി, ആവശ്യങ്ങൾക്ക്. അതിന്റെ മേലെ വേറെ ചെരുപ്പിട്ട് നടക്കാൻ പറ്റുന്ന രൂപത്തിലാവരുത്. സോക്സ് പറ്റൂല, സോക്സുമോ തടാൻ പറ്റൂല. നമ്മളെ മതബിൽ ഇപ്പൊ എന്തില് സോക്സിൽ തടവാൻ പറ്റില്ല. ആ അതായത് സോക്സ് അഴിക്കാൻ പ്രയാസമല്ലല്ലോ. അവരുടെ മദ്ഹബ് അനുസരിച്ചത് പൂർണ്ണമായ ഉളൂഉം ഇതൊക്കെ പരിഗണിക്കുമെങ്കിൽ പറ്റും. ശരിക്ക് പ്രയാസം ഉണ്ടാകുമ്പോഴാണ് അവരുടെ മദ്ഹബിൽ ഈ അളവുകളൊക്കെ എടുക്കാൻ പറ്റുക. ഒരു പ്രയാസമില്ലാത്ത ആളത് ഊരി ചെയ്യാണ് വേണ്ടത്. തുടർന്ന് സ്കരിച്ച നിസ്കാരത്തിന് കുഴപ്പമൊന്നും വരില്ല. അവർക്ക് അത് ഇമാമ് നിൽക്കുമ്പോൾ ബിസ്മി പതുക്കെ ഓതണമെന്ന് അവർക്ക് നിയമമാണത്. നിർബന്ധമായ ഒരു കാര്യമാണ്. കാരണം മറ്റുള്ളവരെ കൂടി പരിഗണിച്ചുകൊണ്ട് ഓതണമെന്ന്. അപ്പൊ അവർ ഓതുന്ന രൂപം തന്നെ ഉള്ളത് സാധാരണ. അല്ലെ, അവരിപ്പോ പറയാം ഫാത്തിഹയിൽ ബിസ്മി പെട്ടതല്ല എന്നാണ് അവരുടെ അഭിപ്രായം. ഏത് സൂറത്തിലെ ബിസ്മി എന്തില്ല, ആ സൂറത്തിൽ പെട്ടതല്ല എന്നാണ്. അപ്പോൾ ഒരു അൽഹംദു മുതലാണ് അവർ ഫാത്തിഹയായിട്ട് പരിഗണിക്കുന്നത്. പക്ഷേ ഇവര് ഈ ഇമാമ് നിൽക്കുമ്പോൾ ഉള്ള പ്രത്യേകമായ നിർദ്ദേശമാണ് എന്ത്, മഅ്മൂമിങ്ങളെ പരിഗണിച്ചുകൊണ്ട് അവർക്ക് ബിസ്മി പതുക്കെ ഓതൽ സുന്നത്താ. ആ സുന്നത്ത് എന്ത് ചെയ്യണം, മറ്റുള്ളവരെ നിസ്കാരം പരിഗണിച്ചുകൊണ്ട് നിങ്ങൾ ഓതണം എന്നാണ് അവരുടെ മദ്ഹബിലും പ്രബലമായ അഭിപ്രായം. അപ്പൊ അത് ചെയ്യേണ്ടതാണ് അവര്. അപ്പൊ അതങ്ങനെ ചെയ്യുന്നുണ്ടാവും എന്നുള്ളൊരു വിശ്വാസത്തിൽ നമ്മൾ തുടരുക. ചെയ്തിട്ടില്ലെങ്കിൽ നമുക്കൊന്ന് ആലോചിക്കണം, പറയാം. സാധാരണ ഇങ്ങനെ പറയാറ്. കാരണം അവര് കുറച്ച് സമയം അതിനു വേണ്ടി പതുക്കെ ഓതാൻ വേണ്ടി എടുക്കും. അവരുടെ മദ്ഹബിൽ അത് സുന്നത്താണ്. നമ്മളിപ്പോ നമ്മുടെ മദ്ഹബിൽ സുന്നത്തായ കാര്യങ്ങളൊക്കെ ചെയ്യുമല്ലോ. ചിലപ്പോ അത് മറ്റേ മദ്ഹബിൽ നിർബന്ധമായിരിക്കും. അപ്പോൾ തല മുഴുവൻ തടവണം എന്നാണ് ചില മദ്ഹബിലുള്ളത്. നമ്മൾ തലയിൽ നിന്ന് അല്പം തടയാം, പക്ഷെ നമ്മൾ തല മുഴുവൻ തടവണം എന്ന ഒരു ഭാഗമാണ് നമ്മൾ പരിഗണിച്ച് അവരെ കൂടി പരിഗണിച്ച് ചെയ്യേണ്ടത്. ഫാത്തിഹയിൽ ബിസ്മി അവർ ഓതുന്നില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ അവരെ തുടർന്നതിനെ കുറിച്ച് ഞാനൊന്ന് പറയാം, നോക്കിയിട്ട് പറയാം.
അതെ 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 അവരങ്ങനെ, കാരണം അവരൊക്കെ അങ്ങനെ ചെയ്യണം എന്നാണ് അവരുടെ ഓർഡർ, അങ്ങനെയാണ്. ഓക്കെ ആണോ? അത് ക്ലിയർ അല്ലേ? ഈ 5 ഷർത്തുകളുണ്ട്. ഒന്ന്, പൂർണ്ണമായ ശുദ്ധിയോടുകൂടെ ധരിക്കണം. ഫർദിന്റെ മഹല്ല് പൂർണ്ണമായി മറയണം. നജസിനെ തൊട്ട് അത് രണ്ടും ശുദ്ധിയാവണം. കാലിലേക്ക് വെള്ളം എത്തുന്നതിനെ തടയണം. അത് ഉപയോഗിച്ച് നടക്കാൻ പറ്റണം. അതിൻ്റെ മേലെ വേറെ ചെരുപ്പോ മറ്റോ ഇട്ടിട്ടല്ല നടക്കേണ്ടത്, അത് ഉപയോഗിച്ചിട്ട് തന്നെ നടക്കാൻ പറ്റണം. ഓക്കെ അല്ലേ? ബാക്കി അഖല്ലുഹു, ആ ഏറ്റവും ചുരുങ്ങിയത്, ഏറ്റവും ചുരുങ്ങിയ രൂപം. ഉം. 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 അല്പത്തെ തടവലാണ്. ഉം. അതിന്റെ ആ 2 ഹുഫയുടെയും മുകൾ ഭാഗത്തുനിന്ന് അല്പത്തെ തടവ. 2 ഹുഫയുടെയും മുകൾ ഭാഗം നമ്മള് ഇങ്ങനെ ചെരുപ്പ് ഇങ്ങനെയല്ല, കാലിങ്ങനെ ഷൂ ഇങ്ങനെയല്ലേ ഉണ്ടാവുക. അപ്പോൾ നമ്മുടെ ഈ കാലിന്റെ അടിഭാഗമല്ല, ഷൂവിന്റെ അടിഭാഗമല്ല, അതിന്റെ മേൽഭാഗത്തുനിന്നും അല്പം തടവലാണ് ഏറ്റവും ചുരുങ്ങിയത്. യദഹുൽ യുംന, പൂർണ്ണമായ രൂപം. താഴെ അസ്ഫലി എന്ന് പറഞ്ഞാൽ താഴെ, അയല എന്ന് പറഞ്ഞാൽ മുകളിൽ, അസ്ഫൽ എന്ന് പറഞ്ഞാൽ താഴെ. അപ്പൊ മുകളിലും അവ രണ്ടിന്റെയും താഴ്ഭാഗത്തെയും തടവലാണ് മറത്തൻ, ഒറ്റ തവണ, ഒറ്റ പ്രാവശ്യം. ആ ഖുതൂത്തൻ, നീളത്തിൽ. ഞാൻ അതിന്റെ രൂപം പറഞ്ഞുതരാം. അപ്പോ ഇത് ഷൂ ആണെന്ന് വിചാരിക്കുക. ഇത് ഷൂവിന്റെ അടിഭാഗം, ഇത് ഷൂവിന്റെ മേൽഭാഗം. അപ്പൊ വലത് കൈ, നമ്മുടെ വലത് കൈ ഉണ്ടല്ലോ, വലത് കൈ കൊണ്ട് ഈ വിരലുകൾ കണ്ടോ, മേൽഭാഗത്തെ വിരലിൽ നിന്ന് ഇങ്ങനെ ഇങ്ങോട്ട് കൊണ്ടുവരിക, ഷൂവിന്റെ പിടുക്ക് മേലെ കൊണ്ടുവരിക. ഇടത് കൈ കൊണ്ട് ഈ മടമ്പെന്ന് അങ്ങോട്ട് കൊണ്ടുപോവുക, ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ട് കൊണ്ടുപോവുക. മനസ്സിലായോ? വലത് കൈ കൊണ്ട് വിരലും വന്ന് മേലോട്ട് ഇങ്ങനെ കൊണ്ടുവരിക, ഇടത് കൈ കൊണ്ട് ഈ മടമ്പും വന്ന് വിരലിലേക്ക് അങ്ങോട്ട് പോവുക. ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറയുന്നത്. ആ രൂപമാണ് പറഞ്ഞത്. ബി അൻ യുമിറ യദഹുൽ യുംന, അവന്റെ വലത് കൈയിനെ അവൻ നടത്തണം. ഫിൽ അഅല, മുകൾ ഭാഗത്ത്. മിൻ അത്റാഫിൽ അസാബിഇ, വിരലിന്റെ തലപ്പുകളിൽ നിന്ന് ഏതിലേക്ക് നടത്തണം? ഇലാ സാഖിഹി, തണ്ടങ്കാലിലേക്ക് നടത്തണം. തണ്ടങ്കാലിലേക്ക് കൊണ്ടുവരിക, വിരലുമെന്ന് എന്ത് ചെയ്യുക?
അപ്പോൾ ഇത് കാലിൻ്റെ വിരലാണെങ്കിൽ ഇതിങ്ങനെ കാലിങ്ങനെ കുത്തി നിൽക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഈ വിരലിൻ്റെ ഭാഗത്തു നിന്ന് എന്ത് ചെയ്യണം, തണ്ടങ്കാലിലേക്ക് ഇങ്ങോട്ട് കൊണ്ടുവരിക വലത്തെ കൈ കൊണ്ട്. വയദഹുൽ യുസ്ര, ഇടത്തെ കൈയിനെ അവൻ നടത്തണം ഫിൽ അസ്ഫലി താഴ്ഭാഗത്ത്, മിനൽ അഖിബി മടമ്പ് മുതൽ ഇലാ തുറാഫിൽ അസാബി വിരലിൻ്റെ തലപ്പ് വരെ. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കി, ഒന്ന് വായിക്കും. വലത് കയ്യിനെ അവൻ നടത്തണം, വലത് കയ്യിനെ അവൻ സഞ്ചരിപ്പിക്കണം, നടത്തണം. തണ്ടങ്കാലിലേക്ക്, അവൻ്റെ തണ്ടങ്കാല് വരെ. ആ മിനൽ അഖബി, മിനൽ അഖബി മിനൽ അഖബി ഇലൽ അത്റാഫിൽ അസാബിഹി. അതായത് ഫിൽ അസ്ഫലി മിനൽ അഖബി, കാലത്തെ വിരലുകളുടെ കാലത്തെ ഭാഗത്ത്. ഓക്കെ, മടമ്പിൽ നിന്ന് വിരലിൻ്റെ തലപ്പ് വരെ. ക്ലിയർ അല്ലേ? അപ്പോൾ ഒന്ന് ബാക്കി നാളെ എടുക്കാം അല്ലേ, അടുത്ത ദിവസം എടുക്കാം. അപ്പം ഇതൊന്ന് പറയണേ, തഫ്സീറും ഹദീസും നഹ്വും സർഫും ഒന്ന് പറയണം. എന്നാൽ ശരി. സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം.